കർഷകരെ ദുരിതത്തിലാക്കുന്ന രാസവളം വിലവർദ്ധനവിനെതിരെ ചേർപ്പിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചുമായി കർഷക സംഘം പ്രതിഷേധം. കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തായംകുളങ്ങരയിൽ നിന്ന് ചേർപ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി. വോഗീസ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ സംഘടന അഖിലേന്ത്യാ കിസാൻ സഭ കേരള കർഷക സംഘം കാർഷിക മേഖലയിലെ ഏറ്റവും വലിയ സംഘടനകളാണ്. പക്ഷേ രാജ്യത്തെ മഹാഭൂരിപക്ഷം കൃഷിക്കാരെ അണിനിരത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം പൂർണ്ണമായും ഇന്ത്യയിലെ കൃഷിക്കാരുടെ കേരളത്തിലെ കൃഷിക്കാരുടെ സ്ഥിതിയാണ്. എന്താ ഇങ്ങനെ സമരത്തിന് ഇപ്പൊ പ്രതികൂലമായ കാലാവസ്ഥ ഇപ്പൊ ഇങ്ങനെ മഴ കൂടിയിരിക്കുന്നു. ഞങ്ങൾ ഈ സമരം വളരെ കുറച്ച് ദിവസവുമാണ് തീരുമാനിച്ചത്. അന്ന് ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഇടിവെട്ടും മഴ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നതാണ്. എന്നിട്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഞങ്ങൾ കൃഷിക്കാർ അണിനിരത്തിക്കൊണ്ട് ഇങ്ങനെ പ്രതികാരമായി സമരം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? നമ്മളൊക്കെ ഇതിനകം മനസ്സിലാക്കുന്ന വിഷയമാണ്. ഈ കൃഷിക്കാരന് ഭൂമിയിലേക്ക് ഇറക്കാൻ കഴിയില്ല. അതിന്റെ ഗൗരവം പാവപ്പെട്ട് താമരയ്ക്ക് വോട്ട് ചെയ്ത ഈ രാജ്യത്തെ കൃഷിക്കാർ മനസ്സിലാക്കുന്നുണ്ടോ? അന്ധമായ ഇടതുപക്ഷ വിരോധം മാത്രം കൈകൊടുത്ത UDF, കോൺഗ്രസ് അതിനനുഭവിക്കുന്ന കൃഷിക്കാർ ഇത് വരുത്തിവെക്കാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, കൃഷിക്കാരൻ കോൺഗ്രസ് ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, BJP ആവട്ടെ, അവരിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം ഇടിത്തി പോലെയാണ് രാസവളത്തിന്റെ വിലവർദ്ധനവ്. വല്ല ന്യായീകരണമുണ്ടോ? എന്തെങ്കിലും കാരണമുണ്ടോ ഈ വിലവർദ്ധന ന്യായം പറയാനായിട്ട്? ഒരു ന്യായീകരണമില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ പാവപ്പെട്ടവർ ബാധിക്കുന്ന പ്രശ്നങ്ങളെ വിശാലത്തിലേക്ക് പോയാൽ എത്ര മണിക്കൂർ സംസാരത്തിന് കഴിയും തനിയെ ഉയർന്നു. അത്ര അപകടകരമായ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇതൊന്നുമല്ല പ്രശ്നം. എന്തൊരു ബില്ലാൽ വീര ശൂരവീര പരാക്രമിയാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നോടും വലിയ ശൂരവീര പരാക്രമിയാണ് ആഭ്യന്തര മന്ത്രി അമിത്ഷാ. ഇപ്പോ അവരുടെ മുഖ്യമായ പണി അമ്പും വില്ലെടുത്ത് പാറ്റയെ പിടിക്കാൻ. ചേർപ്പ് ഏരിയ പ്രസിഡന്റ് PK ലോഹിതാക്ഷൻ അധ്യക്ഷനായി. ഞാൻ കൃഷിരംഗത്തേക്ക് ഇല്ല എന്ന് പറയുന്നതാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ. അതിന്റെ ചില കാര്യങ്ങളാണ് ഇവിടെ സൂചകമായ മോഹൻദാസ് സൂചിപ്പിച്ചത്. ഈ രാജ്യം കാർഷിക രാജ്യമായ ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട വളം, അതുപോലെ തന്നെ കീടനാശിനി വസ്തുക്കളൊക്കെ തന്നെ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേവലം 400 രൂപ ഒരു ചാക്കിനുണ്ടായിരുന്ന വളത്തിന്റെ കാര്യം മോഹൻദാസ് ഇപ്പൊ പറഞ്ഞത് അത് 2000 ആയി. എങ്ങനെയാണ് കർഷകൻ, നെൽകൃഷിക്കാരനായാലും തെങ്ങ് കൃഷിക്കാരനായാലും നിലത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയിരിക്കുക? ഇത് കേവലം മോദിയുടെ സൃഷ്ടി മാത്രമാണ്. മറ്റു ലോകരാഷ്ട്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ കാര്യം. ഉത്പാദന മേഖലയെ തകർക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരണമെങ്കിലും പോകണമെങ്കിലും എല്ലാ വാഹന സൗകര്യങ്ങളോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയും. ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ, 4 ദിവസം കൊണ്ട് സെക്കൻഡുകൾ വെച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുന്ന ഇന്ധനത്തിന്റെ വിലകയറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മറുപടിയും കേന്ദ്ര സർക്കാരിനോ BJPക്ക് പറയാനില്ല. എന്ത് രാഷ്ട്രീയമാണ് അവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വരുന്നു, വീണ്ടും കബളിപ്പിക്കപ്പെടുന്നു ജനങ്ങൾ എന്നുള്ളതാണ്. ഏരിയ സെക്രട്ടറി KS മോഹൻദാസ്, സ്റ്റേനി ചാക്കോ എന്നിവർ സംസാരിച്ചു.